ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ വരവ് ഒരാവശ്യവും ഇല്ലാത്ത വരവായിപ്പോയി. ഡയറക്ടർ ഷാജി കൈലാസ്, റൈറ്റർ AK സാജൻ, പ്രൊഡ്യൂസ്ഡ് ബൈ നൈസി റെജി, പിന്നെ ഓൾഗ എന്റർടൈൻമെന്റ്സ്, പിന്നെ ക്യാമറ SR രമണൻ, അതേപോലെ ഫൈറ്റ് മാസ്റ്റേഴ്സ് 7 പേരുണ്ട് ഇതിന്. മ്യൂസിക് സാംസിയസ്. എല്ലാത്തിലേക്ക് ഞാൻ വരുവാണ്. അപ്പോൾ പടത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അപരാധം പിടിച്ച പടം. ഒരു സാധനമില്ല പടത്തിൽ. കാരണം ഇമോഷണലായിട്ടോ സ്റ്റോറി ആയിട്ടോ ഓഡിയൻസിന് ഒരു കണക്ഷൻ കൊടുക്കാത്തൊരു പടം. കാരണം ഇത്രയും നല്ലൊരു കാസ്റ്റ് ആൻഡ് ക്രൂ ഉണ്ടായിട്ട് പോലും ഇവരെന്തോ സിനിമ എടുക്കാൻ പഠിക്കണ പോലെയാണ്. കാരണം പുതിയ പ്രൊഡ്യൂസേഴ്സിനെ കിട്ടുമ്പോൾ സിനിമ എടുക്കാൻ പഠിക്കണ പോലെയാണ് ഈ പടം എടുത്ത് വെച്ചിരിക്കുന്നത്. ഷാജി കൈലാസ് റീസെന്റ് പടം കടുവ, ആ ഒരു ലെവലെങ്കിലും ഉണ്ടാകുമെന്ന് ഓർത്താണ് പടത്തിന് പോയത്. ഇത് ഷാജി കൈലാസിന്റെ അതേപോലെ ജോജുവിന്റെയും കരിയറിലെ വേഴ്സ്റ്റ് ഓഫ് ദ വേഴ്സ്റ്റ് പടമാണ്. അത്രയ്ക്ക് അപരാധമാണ് പടം ചെയ്തു വെച്ചിരിക്കുന്നത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, മൊത്തത്തിലുള്ള ഒരു ഒപ്പീനിയൻ അല്ല. എൻ്റെ പേഴ്സണൽ, ഞാൻ തിയേറ്ററിൽ പോയി പടം കണ്ടതുകൊണ്ട് എൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. ഈ പടത്തിന് 7 ഫൈറ്റ് മാസ്റ്റേഴ്സ് ആണ്, 4-5 ഫൈറ്റും ഉണ്ട്. പക്ഷേ ഇതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. പടത്തിൽ എന്തെങ്കിലും ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാൻ എന്തെങ്കിലും വേണ്ടേ? സ്റ്റോറി പരമായിട്ട് അതില്ല, സ്ക്രീൻ പ്ലേ ആയിട്ട് അതില്ല, പിന്നെ ആക്ടേഴ്സിന്റെ കാര്യം പറയാൻ വേണ്ട. ജോജു ജോർജ് ഓക്കെ, മാറ്റി നിർത്താൻ. പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ്, ഓറാക്കി, ഇന്റലിറ്റി ഒക്കെ ഉണ്ട്, നമുക്ക് ഓക്കെ, കുഴപ്പമില്ല. അർജുന അശോകൻ, സാനി അയ്യപ്പൻ, പിന്നെ ബാബുരാജ്, വാണി വിശ്വനാഥ്, അനാവശ്യമായിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ പടത്തിൽ. കാരണം ബാബുരാജാണ് ഏറ്റവും നമുക്ക് പുള്ളിയുടെ അഭിനയം കൊണ്ട് തന്നെ ഏറ്റവും വെറുപ്പ് തോന്നുന്നൊരു ക്യാരക്ടറാണ് ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫോടുകൂടി പുള്ളിയുടെ പണി തീരും. സ്പോയിലർ ആണെങ്കിൽ പോലും ഇത് കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ 150-200 രൂപ സേവ് ചെയ്യാൻ പറ്റിയേക്കാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞ് പുള്ളിയുടെ കൊലപാതകം അന്വേഷിക്കാനായിട്ട് സെക്കൻഡ് ഹാഫിൽ വാണി വിശ്വനാഥ് വരും. ഒരു കാര്യമില്ല, എന്നിട്ട് കുറേ നാടകടയല്ലോ വെറുതെ വലിച്ചു നീട്ടി കൊണ്ടുപോയി 2.5 മണിക്കൂർ. ഒരാവശ്യമില്ലായിരുന്നു. അമ്മാതിരി അപരാധം പണ്ടലാണ് പണി വെച്ചിരിക്കണം. പിന്നെ സാംസിയസ് ആണ് ഇതിന്റെ മ്യൂസിക്, അതിന് പോലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. കാരണം വോയിസ് ഭയങ്കര ലൗഡാണ്. കാരണം അത്രയ്ക്ക് ഇറിറ്റേഷൻ നമുക്ക് തോന്നും BGM കാര്യങ്ങളും. ഞാൻ പോകാനൊന്നും മടിച്ചതാണ്. പക്ഷേ കാരണം എന്താ വെച്ചാൽ ഇതിന്റെ AK സാജനാണ് സ്ക്രീൻ പ്ലേ, അതായത് റൈറ്റർ. കാരണം പുള്ളിയുടെ നേരത്തെ പടങ്ങൾ ഷാജി കൈലാസ് ഉള്ളത് ആദ്യ കൊല്ലപ്പെട്ട രാത്രി, ചിന്താമണി, കൊലക്കേസ്, റെഡ് ചില്ലീസ്, ഇതൊക്കെയാണ്. കാരണം പുള്ളിയുടെ സിനിമാറ്റോഗ്രാഫി, അതായത് ഫിലിമോഗ്രഫി നോക്കുമ്പോഴേ അറിയാം ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു റൈറ്ററാണ് പുള്ളി. അത് കാരണം ഞാൻ രണ്ടാമതൊന്ന് ആലോചിക്കണതിന് മുമ്പ് പടത്തിന് ടിക്കറ്റ് ഞാൻ എടുത്തുപോയി. അതുകൊണ്ടാണ് പിന്നെ ഇരുന്ന് കണ്ടത്. ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ തന്നെ നമുക്ക് ഇറങ്ങിപ്പോരാൻ തോന്നും. പിന്നെ കാശ് കൊടുത്തതല്ലേ എന്ന് ഓർത്ത് സെക്കൻഡ് ഹാഫ് കൂടി ഇരുന്ന് കണ്ടതാണ്. അതുകൊണ്ടാണ് അത്രയ്ക്ക് അപരാധം പിടിച്ച്, റീസെന്റ് കണ്ടതിൽ ഏറ്റവും അപരാധം പിടിച്ച പടമായി പോയത്. കാരണം ഇത്രയും നല്ല കാസ്റ്റ് ആൻഡ് ക്രൂ ഒക്കെ ഉണ്ടായിട്ട് പോലും ഇവര് ഇങ്ങനെ ചെയ്യണത് കാണുമ്പോൾ നമുക്ക് അസേ ഒരു സിനിമാ പ്രേമി എന്നുള്ള രീതിയിൽ ഭയങ്കര സങ്കടമാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവരൊക്കെ എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കണത്? വളരെ വളരെ പരിതാപകരമാണ്. അപ്പൊ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹമുള്ളവർ പോയി കാണുക. വേറെ ഒരുപാടൊന്നും ഈ പടത്തിനെ പറ്റി പറയാനില്ല. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.